പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള സൗഹൃദം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ പോലും ട്രംപ് ഇടപെടുമ്പോൾ അത് തടയാനൊന്നും മോദി തയ്യാറാവാറില്ല. ഇന്ത്യ പാക് വെടിനിർത്തലിന് പിന്നിൽ താനാണെന്ന് ട്രംപ് പറഞ്ഞപ്പോൾ പോലും അത് ശരിയല്ല എന്ന് പറയാൻ നരേന്ദ്രമോദിയുടെ നാവ് പൊങ്ങിയില്ല. ഈ സാഹചര്യത്തിലാണ് മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ഇടപെടലിൻ്റെ കഥകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്നത്. രാജീവ് ഗാന്ധി അമേരിക്കൻ പ്രസിഡന്റിൻ്റെ വൈറ്റ് ഹൗസിനെ നിശബ്ദമാക്കിയ ആ ഒരു ദിവസത്തെക്കുറിച്ചാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച വരുന്നത്. 1985 പ്രധാനമന്ത്രിയായതിന് തൊട്ടു പിന്നാലെ രാജീവ് ഗാന്ധി അമേരിക്കയിലേക്ക് ഒരു ഔദ്യോഗിക സന്ദർശനം നടത്തി. അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ശീതയുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. പരമ്പരാഗതമായി സോവിയറ്റ് യൂണിയനോട് കൂടുതൽ അടുക്കുമ്പോഴും ഇന്ത്യ നമ്മുടെ ചേരിചേരാൻ നിലപാട് ശ്രദ്ധാപൂർവം നിലനിർത്തിയിരുന്നു. ഇന്ത്യയെ തങ്ങളുടെ സ്വാധീന വലയത്തിലേക്ക് കൊണ്ടുവരാൻ അമേരിക്ക ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്ന ആ ഒരു സമയം വൈറ്റ് ഹൗസിൽ നടന്ന ഒരു ഉന്നതതല യോഗത്തിൽ ഒരു മുതിർന്ന US ഉദ്യോഗസ്ഥൻ രാജീവ് ഗാന്ധിയോട് തന്ത്രപൂർവ്വം ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. അമേരിക്കയുമായി മികച്ച സഹകരണം ആഗ്രഹിക്കുന്നുവെങ്കിൽ മോസ്കോവുമായുള്ള ബന്ധം കുറക്കണം. അവിടെ അമേരിക്കയുടെ സൂചന വളരെ വ്യക്തമായിരുന്നു. സാമ്പത്തിക ആനുകൂല്യങ്ങൾ വേണമെങ്കിൽ അന്താരാഷ്ട്ര നിലപാടുകളിൽ ഇന്ത്യ ചുവടുമാറ്റണം. വളരെ മൃദുലവും എന്നാൽ ഉറച്ചതുമായ സംസാരത്തിനും പെരുമാറ്റത്തിനും പേരുകേട്ട രാജീവ് ഗാന്ധി അദ്ദേഹത്തോട് ശാന്തമായിട്ടാണ് പ്രതികരിച്ചത്. ഇന്ത്യയുടെ വിദേശ നയം തീരുമാനിക്കുന്നത് ബാഹ്യ സമ്മർദ്ദമോ പ്രേരണയോ കൊണ്ടല്ല, ദേശീയ താൽപ്പര്യങ്ങളാണ്. സുഹൃത്തുക്കൾക്ക് ഉപദേശങ്ങൾ നൽകാം, പക്ഷേ ഞങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നത് വാഷിങ്ടണിലോ മോസ്കോയിലോ അല്ല, ന്യൂഡൽഹിയിലാണ്. ആ മുറി പൊടുന്നനവേ നിശബ്ദമായി. അവിടെ ഉണ്ടായിരുന്ന അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് റീഗൻ പോലും ഇന്ത്യയുടെ യുവ പ്രധാനമന്ത്രിയുടെ അന്തസ്സും ദൃഢതയും അംഗീകരിച്ച് നിശബ്ദമായി തലയാട്ടിയതായിട്ടാണ് റിപ്പോർട്ടുകൾ ചെയ്യപ്പെട്ടത്. ആ ദിവസത്തെ രാജീവ് ഗാന്ധിയുടെ മനസാന്നിധ്യവും സമചിത്തതയും ദൃഢപ്രതികരണവും അന്താരാഷ്ട്ര നയതന്ത്ര വൃത്തങ്ങളിൽ അദ്ദേഹത്തിന് വളരെയധികം ബഹുമാനം നേടിക്കൊടുത്തു. ലോകവേദിയിൽ ഇന്ത്യയുടെ സ്വതന്ത്ര ശബ്ദമെന്ന പ്രതിച്ഛായ ശക്തിപ്പെടുത്തി. ആഗോള അധികാര രാഷ്ട്രത്തിൻ്റെ സൂക്ഷ്മതകളെയും സങ്കീർണതകളെയും അവർണ്ണനീയമായ ധൈര്യത്തോടുകൂടി ഇന്ത്യയുടെ പരമാധികാരത്തിൽ വിട്ടുവീഴ്ച ചെയ്യാതെ വെറും 40 വയസ്സുള്ള രാജീവ് ഗാന്ധി നേരിട്ടതാണ് ഈ സംഭവത്തെ ഏറ്റവും ശ്രദ്ധേയമാക്കിയത്. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇന്ത്യ ഒരു ചെറിയ രാജ്യമാണെന്ന് കളിയാക്കിയപ്പോൾ 2020 ഒക്ടോബറിൽ നടന്ന US പ്രസിഡൻഷിപ്പ് ചർച്ചയിൽ ഇന്ത്യയെ നോക്കൂ, വായു വൃത്തികെട്ടതാണെന്ന് പറഞ്ഞ് ഡൊണാൾഡ് ട്രംപ് ആക്ഷേപിച്ചപ്പോൾ ഇന്ത്യയുടെ താരിഫ് നയങ്ങളെയും വ്യാപാര രീതികളെയും ആവർത്തിച്ച് വിമർശിച്ചുകൊണ്ട് രാജ്യത്തെ താരിഫ് രാജാവെന്നും വ്യാപാര ബന്ധങ്ങളെ ദുരുപയോഗം ചെയ്യുന്ന രാജ്യമെന്നും ഡൊണാൾഡ് ട്രംപ് മുദ്രകുത്തിയപ്പോൾ ഇന്ത്യയിൽ ഐഫോൺ ഉൽപ്പാദനം വികസിപ്പിക്കുവാനുള്ള ആപ്പിളിൻ്റെ തീരുമാനത്തിൽ ട്രംപ് അതൃപ്തി പ്രകടിപ്പിച്ചപ്പോൾ ഇന്ത്യയിലെ ടെസ്ലയുടെ ഫാക്ടറിയെക്കുറിച്ചുള്ള സാധ്യതകളെ നഖശികാന്തം എതിർത്തപ്പോൾ എന്തിന് ഇന്ത്യ പാക് വെടിനിർത്തലിന് താൻ 2 രാജ്യങ്ങളെയും ഭീഷണിപ്പെടുത്തി സമ്മർദ്ദത്തിലാക്കി യുദ്ധം ഒഴിവാക്കിയെന്ന് വീണ്ടും വീണ്ടും ലോകത്തോട് വിളിച്ചു പറഞ്ഞ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയെ നാണം കെടുത്തുമ്പോൾ വായും മൂടിക്കെട്ടി മാളത്തിൽ പോയി ഒളിച്ചിരിക്കുന്ന 56 ഇഞ്ചുകാരനും ബാക്കിയുള്ള പോയ സകല കോടാലികൾക്കും എന്ത് രാജ്യം എന്നതാണ് പലരും ചോദിക്കുന്നത്. ഈ വിഷയം ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ്.